അസ്തഗ്ഫിറുല്ലാഹൽ അദീം. രാവിലെ ആയാൽ മോനെയും കൂട്ടി കെട്ടിയോള് ഉടുത്തൊരുങ്ങി നാട് മൊത്തം ചുറ്റല പരിപാടി. കുടുംബത്തെ നോക്കേണ്ട കാര്യമില്ല, ഇങ്ങനെ ചുറ്റിക്കറങ്ങ. അസ്തഗ്ഫിറുല്ലാഹൽ അദീം. എത്ര സന്തോഷത്തോട് പോയ കുടുംബമാണെന്നറിയാം. ഒരു മുടിഞ്ഞവൾ ഇവിടെ വന്നതിന് ശേഷം ഈ കുടുംബത്തിൽ ഒരു സമാധാനം ഉണ്ടായിട്ടില്ല. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്താ സംഭവം എന്നല്ലേ? ഇതുപോലെ തസ്ബീഹ് മാല തൂക്കി നടക്കുന്ന ചില ആളുകളെ കുറിച്ച് പറയാണ്. ഞാൻ മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞ് റൂമിലേക്ക് വരുമ്പോൾ റൂമിന്റെ വാതിക്കൽ ഒരു ഭാര്യയും ഭർത്താവും നിൽക്കുകയാണ്. എന്റെ പരിചയത്തിലുള്ളവർ തന്നെയാണ്. രണ്ടാളും മിഴി നിറഞ്ഞ് എന്റെ മുമ്പിൽ ഇരുന്ന് പറഞ്ഞ ഓരോ കഥകൾ കേൾക്കുമ്പോഴേ അത്ഭുതം വരികയാണ്. ഈ ചെറുപ്പക്കാരന്റെ ഉമ്മാക്ക് ഒരേ ഒരു വാശി, ഇവളെ ഒഴിവാക്കണം. ഇവളെ ഒഴിവാക്കി കഴിഞ്ഞാൽ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു, ഉമ്മാക്ക് സന്തോഷമാവുമെന്ന് പറഞ്ഞു. ഈ ചെറുപ്പക്കാരൻ 2 കൊല്ലം മുമ്പ് മറ്റൊരു പെണ്ണിനെ ഒഴിവാക്കിയിരുന്നു. അന്നും ഉമ്മ പറഞ്ഞത് ആ പെൺകുട്ടി ഒഴിവാക്കലോടുകൂടി കുടുംബത്തിന്റെ എല്ലാ പ്രശ്നം അവസാനിക്കുമെന്ന് പറഞ്ഞു. ഇപ്പൊ ഈ പെൺകുട്ടീനെ കൂടെ ഒഴിവാക്കണം. ഇനി ഞാൻ ഈ മഹലിൽ തന്നെ ഉണ്ടെങ്കിൽ 2-3 കൊല്ലം കഴിയുമ്പോൾ പുതിയ പെണ്ണുമായിട്ട് വരും. ഇവളെയും കൂടെ ഒഴിവാക്കി കിട്ടിക്കഴിഞ്ഞാൽ വീട് സമാധാനത്തിൽ പോകുന്ന പറഞ്ഞു. ഈ ഉമ്മാനെ എനിക്കറിയാം. അവരിപ്പം നിലവിൽ 3 ഹജ്ജ് ചെയ്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ മാസം കൂടി ഉംറക്ക് പോയിട്ട് വന്നേ, മൊത്തം 7 ഉംറയും ചെയ്തിട്ടുണ്ട്. ഹജ്ജ് ഉംറയൊക്കെ നന്നായിട്ട് ചെയ്ത ആളാ. എപ്പോഴും കയ്യിൽ സദാസമയം തസ്ബീഹ് മാല ഉണ്ടാകും, ദിക്റും സ്വലാത്തും ദുആ മജ്‌ലിസും വഅദിനൊന്നും ഒരു കുറവുമില്ല. പക്ഷെ വീട്ടിൽ വരുന്ന പെൺകുട്ടികൾ ഒരു നിലക്കും പൊറുപ്പിക്കൂല. എന്റെ വീഡിയോ ഒരുപക്ഷെ ഈ ഉമ്മ കൂടി കാണുകയാണ്, അല്ലെങ്കിൽ ഉമ്മമാര് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് മരുമക്കളെ സഹിക്കാൻ കഴിയത്തില്ല എങ്കിൽ, നിങ്ങളുടെ മക്കൾ സ്വന്തം പെൺമക്കളല്ലാത്ത ഒരു പെൺമക്കളെ നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയത്തില്ലെങ്കിൽ, നിങ്ങളുടെ മക്കളെ വലിയ ചൂരൽക്കൊട്ട ഉണ്ടാവും. അത് മേടിച്ചിട്ട് ആൺമക്കളെ അതിന്റെ അടിയിലോട്ട് കയറ്റുക. എന്നിട്ട് 4 കോഴിമുട്ട അതിന്റെ അടി വെച്ച് കൊടുക്കുക. കുറച്ച് കഴിയുമ്പോൾ വിരിയും. അപ്പൊ അവർക്ക് പേരക്കുട്ടിയുടെ പ്രശ്നമൊന്നും പറ്റില്ല, ചെറിയ കോഴിക്കുഞ്ഞുങ്ങളെ കിട്ടും. അങ്ങനെ നിങ്ങൾ വളർത്തുക. എന്റെ പ്രിയപ്പെട്ട ഉമ്മാരെ, നിങ്ങളുടെ ആൺമക്കളെ കൊണ്ട് നിങ്ങൾ പെണ്ണ് കെട്ടിച്ചിട്ടുണ്ടെങ്കിൽ അവനവന്റെ ഭാര്യനെ ഊട്ടിയിലും കൊണ്ടുപോകും, കൊടൈക്കനാലും കൊണ്ടുപോകും, മൂന്നാറും കൊണ്ടുപോകും, പാർക്കിലും കൊണ്ടുപോകും, ബീച്ചിലും കൊണ്ടുപോകും. ആ വരുന്ന പെൺകുട്ടിക്ക് വലിയ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഉണ്ടെന്നേ. 24 മണിക്കൂറും ഈ തുണിയെരുമ്പുക, അടുക്കളയിൽ കിടന്ന് പണിയെടുക്കുക, ഇത് മാത്രമാണ്. എന്താ ഇവർ പോലെ അടിമകൾ വല്ലതാണ്? അത് വീട്ടിലെ വാഷിംഗ് മെഷീൻ. ഈ അടുക്കളയിലെ തീച്ചൂടിന്റെയും കഷ്ടപ്പാടിന്റെയും പ്രയാസത്തിനിടയിൽ ഒരല്പം വിശ്രമവും സമാധാനവും ഒക്കെ കിട്ടാൻ വേണ്ടിയാണ് ഭർത്താവും മക്കളും ഒക്കെ ആയിട്ട് പുറത്തു പോകുന്നത്. സത്യത്തിൽ ഈ പെൺകുട്ടി പറഞ്ഞിട്ടല്ല, നിങ്ങളുടെ പേരക്കുട്ടികളുണ്ടല്ലോ, അവരുടെ ആഗ്രഹത്തെ മാനിച്ചിട്ടാണ് ഈ പോകുന്നത്. കാരണം അവരുടെ കൂട്ടുകാരികളും ഒക്കെ ആയ അവരുടെ സൗഹൃദ വലയത്തിലുള്ളവരൊക്കെ പുറത്തു പോവുകയും വാപ്പമ്മവരെയൊക്കെ ആയിട്ട് കളിച്ചിരിയും, അവര് പാർക്കിലും ബീച്ചിലും ഒക്കെ പോയി, അതുപോലെ തന്നെ അവര് സ്വിമ്മിംഗ് പൂളിലൊക്കെ കുളിക്കുന്നതൊക്കെ അവര് ഫോട്ടോ ഒക്കെ എടുത്ത് സ്റ്റാറ്റസ് ഇടുമ്പോൾ നമ്മുടെ മക്കൾക്കൊക്കെ ആഗ്രഹം ഉണ്ടാവും, നമ്മുടെ ചെറുകിടാങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവും. അപ്പൊ അതിനുവേണ്ടി പോകുന്നയാ. അവര് പോയി തിരിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ ഓന്ത ഇങ്ങനെ വീർപ്പിച്ച് ഇങ്ങനെ വെച്ചോണ്ടിരിക്കുകയാണ്. ഈ വന്നവന്റെ പ്രയാസം അത് തന്നെ.